ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ ഇങ്ങോട്ടാണ് ഈ ധൃതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. വേറെ എങ്ങോട്ടും അല്ല, എൻ്റെ മാമാടെ വീട്ടിലോട്ടാണ്. ഇന്ന് മെഹന്തി നൈറ്റുണ്ട്, ഞങ്ങൾ മാമാടെ മോൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങളുടെ കൊല്ലത്തെ ഒരു കല്യാണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. മെഹന്തിക്ക് പോകേണ്ടവരെല്ലാം നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബ്രൈഡിന് കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ നാളത്തേന് വേണ്ടിയിട്ട്, വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടേക്കുള്ള ഡ്രസ്സുകളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പെൺകുട്ടിയുടെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ കൊടുത്തു. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ധൃതിയിലാണ്. മെഹന്തി ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, മൊത്തം മഴയും ഇടിയൊക്കെ ആയിരുന്നു. ഈ നിൽക്കുന്നതെല്ലാം എൻ്റെ കസിൻസും സിസ്റ്റേഴ്സുമാണ്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ്. ഡ്രസ്സൊക്കെ കൊണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഗിഫ്റ്റും ഡ്രസ്സും ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അവരൊരുമിച്ച് ഇന്ന് സ്റ്റിൽസ് എടുക്കുമായിരുന്നു. നിക്കാഹെല്ലാം ഒരു 6 months മുമ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നാളെയാണ് വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് മീൻസ് ഞാൻ പറഞ്ഞത് വെഡ്ഡിങ് കഴിച്ച് കൊണ്ടുവരുന്നത് നാളെയാണ്. അപ്പം അതിൻ്റെ തലേന്ന് നമ്മൾ ചെറിയൊരു മെഹന്തി ഫംഗ്ഷനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുബുമോൻ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് എൻ്റെ ബ്രദറിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നിരുന്നു. പൊറോട്ടയും ബീഫും ഇല്ലാതെ എന്ത് കല്യാണമാണില്ലേ കൊല്ലക്കാർക്ക്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നല്ല കട്ടൻ കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ കുടിച്ച് സെറ്റായി നല്ല ഉഷാറായിട്ടിരുന്നു. അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കുവാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ എന്തോ പറഞ്ഞപ്പം കുട്ടിയെന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ബ്രൈഡിനെയൊക്കെ കൊണ്ടുവന്നു. ചെക്കൻ പിടിച്ച് കയറ്റുവാണ്. മാഷാ അല്ലാ, രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കല്യാണ ചെക്കൻ പെണ്ണിന് താലിമാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഫോട്ടോസും സ്റ്റിൽസും ഒക്കെ എടുത്തു. അതിനുശേഷം എൻ്റെ ഫാമിലി എല്ലാം കൂടെ ആയിട്ട് നിന്ന് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിലേക്ക് വന്നേക്കുവാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്താനുള്ള തന്ത്രപ്പാടിലാണ്. അതിൻ്റെ ഇടയ്ക്ക് സുമോൻ്റെ കോട്ടെല്ലാം ഊരി എൻ്റെ കയ്യിലും തന്ന്. അങ്ങനെ എല്ലാവരും അറേഞ്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം ഞങ്ങൾ ഒന്നും കൂടെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂട് ബിരിയാണിയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കൊല്ലത്തെ ഏറ്റവും നല്ല ഫുഡെന്ന് പറയുന്നത് കല്യാണ ബിരിയാണി തന്നെയാണ്. അപ്പം വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് ചെറിയൊരു റിസപ്ഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പം അതിനും ഫുഡ് അടിക്കുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്